രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പരാതി കൊടുത്തായിരുന്നു. അപ്പോൾ ജോലിക്ക് തിരിച്ചെടുത്തിട്ടില്ല. ഇല്ല. പ്രധാനപ്പെട്ട നിവേദനത്തെ ആവശ്യം എന്നാണ് ജോലിക്ക് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ട് ആവശ്യം പറഞ്ഞിട്ടുണ്ട്. പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ എഴുതി കൊടുത്തു. ബൈ ഹാൻഡ് നേരിട്ട് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. 6 മാസമായി ജോലിക്ക് എടുത്തിട്ട് തിരിച്ച് എടുക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നതെന്ന് തന്നെ ഒരു പരാതി കൊടുത്തായിരുന്നു. പിന്നെ ഗ്യാസ് വിളിച്ചിരുന്നു. ഗ്യാസ് വിളിച്ചിട്ട് 10:10 മാറ്റി വെച്ചേക്കുകയാണ്. 10:10. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ അറിയാനേ പറ്റും. അല്ല, ഇതിന് മുമ്പ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇതിന് മുമ്പല്ല 2 പ്രാവശ്യം പരാതി. ഇപ്പൊ 3ാമത്തെ പരാതി. മിനിസ്റ്റർ അതൊക്കെ പ്രിന്റിംഗ് ആയിരുന്നു. ഇപ്പൊ കൈപ്പടയിൽ എഴുതി കൊടുത്ത പരാതികൾ പറയാന്ന് പറഞ്ഞു. എന്താണ് ഡീറ്റെയിൽ എന്ന് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. മറ്റുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ എന്തിനാണെന്നുള്ളത്. പക്ഷെ ആദ്യം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. CMD അടക്കമുള്ള ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. 2 പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോൾ എഴുതി നേരിട്ട് എന്നൊക്കെ അങ്ങനെ നേരിട്ട് എഴുതി കൊടുത്തായിരുന്നു. ഇനി എങ്ങനെ അടുത്ത നടപടി? മന്ത്രിക്ക് ഉൾപ്പെടെ നേരിട്ട് പരാതി കൊടുത്തിട്ടും ഇതിലൊരു മാറ്റം വരുമെന്ന്, നീതി കിട്ടുമെന്നുള്ള മാറ്റം വരുമെന്നുള്ളത് സാറിന് നേരിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. ഇതൊരിക്കലും സാറിന്റെ കൈ കിട്ടിയില്ലെന്നാണ് പറയുന്നത്. 2 പരാതിയും കൊടുത്തിട്ട്. അപ്പൊ നേരിട്ട് ഇപ്പൊ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അറിയാം എന്താണെന്നുള്ള നോക്കി കാണാം. ഇത്രയും ദിവസമായിട്ടും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടും ശമ്പളം പോലും ഇല്ലാത്ത അവസ്ഥയല്ലേ? അടിച്ചുവിടുന്നതിനെ കുറിച്ച് സംസാരിക്കും. ഇപ്രാവശ്യത്തെ ഓണം എല്ലാവരും ആഘോഷിച്ച് എനിക്ക് ആഘോഷിക്കാൻ പറ്റില്ല. നിസ്കാര സദ്യ പോലും കുഞ്ഞിന് വാങ്ങി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നേരിട്ട് വന്നത്. എനിക്ക് ഇനിയും കൊച്ചിനെ പഠിപ്പിക്കാവുള്ളൂ. പ്രൈവറ്റ് സ്കൂളിലല്ലേ പഠിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ നിവേദനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു? ജോലിക്ക് തിരിച്ചെടുക്കുക എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വേറെ ഒന്നും എഴുതിയിട്ടില്ല. ജോലിക്ക് തിരിച്ചെടുക്കുക. ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശമ്പളമൊന്നും കിട്ടൂല. അല്ലെങ്കിൽ എന്നെ ജോലിയിൽ പറഞ്ഞു വിട്ടിട്ട് എന്നുള്ള രീതിയിൽ എന്തായാലും റിപ്പോർട്ട് എന്താണെന്ന് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. അത് അറിയാൻ പറ്റില്ല എന്താണെന്നുള്ളത്.